ഇന്ന് പുതിയൊരു അധ്യായം എഴുതി തുടങ്ങുകയാണ്. കാലം എത്ര കഴിഞ്ഞു പോയാലും മായാതെ നിൽക്കുന്ന ചില ഓർമ്മകൾ, മുഖങ്ങൾ, നേരുകൾ. അക്ഷരങ്ങളെയും പൂക്കളെയും സ്നേഹിച്ച് ആർത്തുല്ലസിക്കേണ്ട ബാല്യകൗമാരങ്ങൾ അഴുക്ക് ചാലുകളിൽ കിടന്ന് നുരയ്ക്കുന്നു. ആ ചേരിയും പരിസരങ്ങളും മറക്കാൻ പറ്റില്ല. അതിലുപരി തെറ്റുകളും തെമ്മാടിത്തരങ്ങളും കൊണ്ട് നാട് വെട്ടിപ്പിടിക്കാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിച്ച് ചെളിക്കുഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ച കുട്ടിക്കൂട്ടത്തെ നയിച്ച ആ പയ്യൻ്റെ മുഖവും മായാതെ തന്നെ നിൽക്കുന്നു. ആ ചേരിയുടെ ജനറൽ എന്നവൻ സ്വയം വിശേഷിപ്പിക്കുന്നു. അതെ, ഇതവൻ്റെ കഥയാണ്. ജനറൽ മിക്കി എന്ന മൈക്കിളിൻ്റെ കഥ. മിക്കി. എല്ലാം മുങ്ങിയെന്നാ തോന്നുന്നേ. ഒന്ന് വേഗം പാടോ. അവിടെ നോക്ക്. യെസ് സാർ. ഒരൊറ്റ എണ്ണത്തിനും വിടരുത്. ഇവന്മാരുടെ ഒരു നേതാവുണ്ട്, മിക്കി. അവനെയാ കിട്ടേണ്ടത്. നിന്നെ തന്നെയാണോ വേണ്ടത്? നിന്നൊക്കെ എന്റെ കൈ കിട്ടോടാ. മിക്കി, നേരെ ഇരുട്ടാവുന്നു. പോകണ്ടേ? എങ്ങോട്ട്? വീട്ടില്. പൊയ്ക്കോ, എല്ലാ തെണ്ടികളും പൊയ്ക്കോ. ഒരു കാര്യം പ്ലാൻ ചെയ്താൽ നേരാവണ്ണം നടപ്പിലാക്കാൻ പറ്റാത്ത പന്നികളൊക്കെ വീട്ടിൽ പോയി അടുപ്പിന്റെ മൂടിൽ പതുങ്ങിയിരിക്കുക തന്നെ നല്ലത്. മിക്കി, നീ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നീയും കണ്ടതല്ലേ, നമ്മൾ പ്ലാൻ ചെയ്തത് അറിഞ്ഞതുപോലെയല്ലേ ആ പോലീസുകാർ ഓടി വന്നത്. പിന്നെ നമ്മളെന്ത് ചെയ്യാനാ? കൊറേ നാളായി എല്ലാരും നമ്മുടെ നീക്കങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. പിന്നെ ക്ലാസ് കയറാതെയുള്ള ഈ കള്ളത്തരങ്ങളൊക്കെ ഹെഡ് മാസ്റ്റർക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്ങനെ മനസ്സിലാവാതിരിക്കും? എന്തെങ്കിലും ഒരു കാര്യം കയ്യെത്തുക്കത്തോടെ ചെയ്യാറിയോ? ഒറ്റ എണ്ണത്തിന് മോന്ത കണ്ടാലറിയാം എല്ലാത്തിനും ഒരു കള്ള ലക്ഷണം. ഓ, നിന്റെ മോന്ത കൊള്ളാം. നല്ല ലക്ഷണൊത്ത മോന്ത.
തന്തയുടെ അതേ മോന്ത. ഈ പിടുത്തം വിട്ട കളിക്ക് ഞാനില്ല. മിക്കിക്ക് കുഴപ്പമില്ല. അവനകത്തു പോയാലും കൂട്ടിന് ആളുണ്ട്. അതാരി? അവന്റെ തന്ത. അവർക്ക് ഒരുമിച്ച് കിടന്ന് ഉണ്ടതിന്റെ തള്ളേരി കൂടി കൂട്ടിയാ മതി. എന്ത് പറഞ്ഞ പന്നിയുടെ മോനെ? വിടറാ, എന്നെ വിടറാ, വിടറാ. തന്തക്കുഴി വിടറാ. മൈക്കിളെ, എന്താ ഇത്? എന്താണെന്ന് കണ്ടില്ലേ? നീ എന്തിനെങ്ങനെ ദേഷ്യം പിടിക്കുന്നേ? എന്താ പപ്പയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്നാ അത് പറയാത്തത്? ജയിൽ പുള്ളിയുടെ മകൻ. ഇതാ നോക്ക് മൈക്കിളെ, നിന്റെ പപ്പ ജയിലിൽ പോയത് ആരെയും കൊന്നിട്ടോ പിടിച്ചു പറിച്ചിട്ടോ അല്ല. അത് നീ മറക്കരുത്. നോക്കിക്കോ, എല്ലാരെയും ഞാൻ കാട്ടിത്തരാം. നീ ഇതെന്തു ഭാവിച്ച മിക്കി? ഹോ, നിന്നെ കുറിച്ചുള്ള പരാതികൾ കേട്ട് ഞാൻ മടുത്തു. നിന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെയാണോ? ഇതിങ്ങനെ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. ദാ നോക്ക്, നശിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ. ഓ, ഇതെന്തൊരു നാശ ഇത്. ഒരാളൊരു സ്വസ്ഥത തരൂല. എന്നാൽ ഇതിത്തിരി കടുപ്പായിപ്പോയി. എനിക്ക് മോന് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല, അത് ഓർമ്മ വേണം. നാട് നന്നാക്കാൻ നടക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ പോലീസിന്റെ തല്ലുകൊണ്ട് നിങ്ങൾ ഇല്ലാണ്ടായ ഞാനും മോനും പിന്നെ. ഒരു വിപ്ലവകാരിയുടെ ഭാര്യ ഇങ്ങനെ കരയാൻ പാടില്ല. അവളൊരു ധീര വനിതയായിരിക്കണം. കണ്ടോ, നാട്ടിൽ വിപ്ലവം വരും. അന്ന് ഈ മുറിവുകളൊക്കെ അഭിമാനം കൊണ്ട് ത്രസിക്കും. അപ്പാ, ഇത് കണ്ടോ? ആഹാ, മിടുക്കൻ. ഇങ്ങോട്ട് വാടോ. എടോ, താ കണ്ടോടോ, ഇവൻ പഠിച്ചു വലിയ ആളാണ്. ഈ നാടിനെ നയിക്കുന്ന ജനറൽ മിക്കി. ഒളിച്ചോട്ടമൊന്നും അല്ലടോ, സംഘടനയിൽ എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളായി. അതാ മുടിയും താടിയൊക്കെ വല്ലാതെ വളർന്നു. എന്തൊരു മാറ്റം ഇത്. എന്റെ വിപ്ലവകാരിക്കിപ്പോ എന്നെ മോനെ തിരിഞ്ഞു നോക്കാൻ കൂടി നേരല്ലാണ്ടായി. എടോ, പ്രസ്ഥാനത്തിന് വേണ്ടിയാവുമ്പോൾ ചിലപ്പോൾ സ്വന്തം കാര്യങ്ങൾ കുറച്ചൊക്കെ മറക്കേണ്ടി വരും. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ പേടിച്ചരണ്ട് കഴിയാ? മിക്കിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ നമുക്ക് മതിയാക്കാം. ഒന്നും മനസ്സിലാവാഞ്ഞിട്ടല്ല, ഈ വിപ്ലവവും പ്രസ്ഥാനവും ഒക്കെ. അതാ നല്ലത്. താൻ എന്തായി പറയുന്നേ? ഇത് നമുക്ക് വേണ്ടി മാത്രമാണ്, ഈ നാടിനു വേണ്ടി കൂടിയല്ല. വേഗം പോ. മനസ്സിലാവില്ലെങ്കിൽ പിന്നെ ഓടിക്കണം.
എവിടെ പോയി ഒളിച്ചാലും അവനെ ഞങ്ങൾ പൊക്കിയിരിക്കും. ഒരു തന്നെ ഇറങ്ങിയിരിക്കുന്നു വിപ്ലവം ഉണ്ടാക്കാൻ. വാടോ, ഇവനൊക്കെ പോയ എവിടം വരെ പോവാനാ? എനിക്കറിയാൻ പണിയൊക്കെ. ഇവനേക്കാൾ മൂത്ത വിപ്ലവം ഞാൻ കണ്ടിട്ടുണ്ട്. നടക്കടാ അങ്ങോട്ട്. നടക്ക്. അപ്പാ 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 മോനെ മാറാ. മോനെ നടക്ക്. നടക്കടോ. സന്ധ്യമണി അടിച്ച ഇമാര് കേട്ടില്ലേ? ഞാൻ എടാ മണി അടിച്ചത് കേട്ടില്ലടാ. എല്ലാവരും കേറാകത്ത്. സന്ധ്യ നേരത്തെ ഒരു കളിയും ചിരിയും ബഹളവും ഓട്ടവും പാച്ചിലും. താഴെ ഇറങ്ങടാ. പന്ത് താഴെ വെക്കടാ. നിന്നോടാ പന്ത് താഴെ വെക്കാൻ പറഞ്ഞ. നിന്നെയൊക്കെ ഇന്ന് മര്യാദ പഠിപ്പിച്ചില്ലെങ്കിൽ വെക്കടാ താഴെ പന്ത്. ബോള് കളിക്കരുത്. എടാ ബോള് കളിക്കരുത്. ചട്ടി പൊട്ടും, പൂച്ചട്ടി പൊട്ടും. എടാ നീയൊക്കെ വരുന്നതിന് മുമ്പ് ഒരു 1500 ചെടിച്ചട്ടി ഇവിടെ നിരത്തി വെച്ചിരുന്നതാ. ഇപ്പൊ മൂലയ്ക്കൊരു 3 ഇരിപ്പുണ്ട്. ഒരൊറ്റ ചെടിച്ചട്ടി പൊട്ടിച്ചേക്കരുത്. അങ്ങനെ അച്ഛനെ പറഞ്ഞാ മതി. അച്ഛൻ എവിടെയെങ്കിലും പോയിച്ചു വന്നു കഴിയുമ്പോ 3 ചോന്നോണ്ട് ഇങ്ങോട്ട് കേറിപ്പോടാത്ത. അത് ശരി, അച്ഛനിൽ നിന്ന് വന്നോട്ടെ. 2 മേടിച്ചിട്ട് തന്നെ കാര്യം. അല്ല അയ്യോ, മേടിച്ചിട്ട് നല്ല കൊടുത്തിട്ട് നല്ല കാര്യം. എല്ലാം തെറ്റിപ്പോയി. കേറിപ്പോടാത്ത. ബോൾ എന്നാ നിങ്ങളൊന്ന് കളിക്കണ ഇങ്ങോട്ട് ഈശോയെ, ഞാനല്ല വീണ, നീയല്ല വീണ. ഈ ബോളങ്ങ് കാണിച്ചേ. ഈ ബോള് ഒരുത്തനും തുടർന്ന കണക്കായി. ശരി, അപ്പൊ പിടിച്ചതിലും വലുതാളയല്ലേ. എന്തോ ആയിക്കോ ഈശോയെ, എന്നാ ഉന്നവാച്ചോ ഇത്. ഇപ്പൊ 4 പാടും നടക്കുന്നു അല്ലേ. അച്ഛനും തുടങ്ങിയോ അച്ചോ ആക്രമണം? അച്ചോ, ഇതിന് കർത്താവ് എണ്ണി അച്ഛനോട് കണക്കി ചോദിക്കും. കഴിവേറുകള് ഒന്ന് ചിരിക്കുന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല അച്ചോ. അച്ഛൻ വരുന്ന വളക്കാരാണോ എന്നെ കൊല്ലാനാണോ? ഓ, തന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചീത്ത പറയരുതെന്ന്. ഞാനതിന് എപ്പോഴാ അച്ചോ ചീത്ത വിളിച്ചേ? ഓ, കഴിവേറിന്ന് വിളിച്ചതാ. അച്ഛൻ ഇങ്ങനെ ഒരുമാതിരി ബിഷപ്പുരന്മാരെ പോലെ സംസാരിക്കരുത്. കഴിവേറി എന്നത് ഉത്തമമായ ഒരു പ്രയോഗമാണ്. കഴിവ് ഏറെ ഉള്ളവൻ ആരോ അവൻ എന്നാണ് ആ മഹത്തായ പദത്തിന്റെ നാനാർത്ഥം. അർത്ഥം അറിയാൻ മേല, എന്നോട് തട്ടിക്കയറാൻ വരുക. അതാ അച്ചോ. ബുദ്ധിമാൻ. തനിക്ക് ആരാടോ അവിരാന്ന് പേരിട്ടത്? അതവരാ, എവര്? ചിറ്റപ്പനും കുഞ്ഞമ്മ. അയ്യോ, അവിടെ കയറി അച്ഛൻ അവരെ പറഞ്ഞാ മതിയല്ലോ. ഒത്തിരി ചിരിക്കുമൊന്നും വേണ്ട ഒരുത്തിനും. മനസ്സിലായി, എല്ലാം മനസ്സിലായി അച്ചു. എന്താ ഇത്? ഇത് കത്ത്. രാജിക്കത്താണോ? അല്ല, ആർമണ്ടച്ചന്റെ കത്താ. കർത്താവിൽ പ്രിയപ്പെട്ട ഡോൺ ബോസ്കോ, സുഖമാണെന്ന് കരുതുന്നു. കുറേ നാളായി അവിടം വരെ ഒന്ന് വരാനും എല്ലാവരെയും കാണാനും ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ഓരോരോ തിരക്കുകൾ, അതിനേക്കാളേറെ എൻ്റെ പ്രായവും അതിനനുവദിക്കുന്നില്ല.
പ്രായത്തിൽ അച്ഛൻ എന്നെക്കാൾ ഒരുപാട് താഴെയാണെങ്കിലും തിരക്കിന്റെ കാര്യത്തിൽ ഏറെ മുകളിലാണെന്നറിയാം. എങ്കിലും കഴിയുന്നത്ര വേഗം ഇവിടം വരെ ഒന്ന് വരണം. ഡോൺ ബോസ്കോയ്ക്ക് ഇവിടെ ചിലതൊക്കെ ചെയ്യാനുണ്ട് എന്ന മനസ്സിനൊരു വിശ്വാസം. ഉടൻ നേരിൽ കാണാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ സ്വന്തം ആർമണ്ടച്ചൻ. ഓ തുടങ്ങിയ മണിയടി. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാല് അത് സമ്മതിക്കേല. ദാ വരുവാ, ഒരു ഫകാവ്. അടിച്ച പൊട്ടിക്കണ്ട, ഇതാ വരുവാ. മിക്കി ബോണി നീയായിരുന്നോ? എന്തിനാടാ മണിമ കെട്ടി തൂങ്ങുന്നേ? എന്തിനാണെന്ന് പോടാ, 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 കൊരങ്ങിന്റെ മാതിരി. എടാ പോവാനാ പറഞ്ഞത്. മിക്കി ഓപ്പറേഷൻ സക്സസ്. ചതിച്ചോ കർത്താവേ, പറ്റിച്ച് കളഞ്ഞല്ലോ മഹാപാപികളെ. നശിച്ചു പോവേ ഉള്ളൂ തെമ്മാടികളെ. ആരുമില്ലേ? അച്ചോ, എല്ലാത്തിനെയും അടിച്ച് ശരിയാക്കും. എന്നോട് അവനെ കളി. അമീര ഇല്ല അച്ചോ, അറിയാൻ വേണ്ടി അടിച്ചേ ഉള്ളൂ. ആരാന്ന് ആർമണ്ടച്ചോ? സൗകര്യം തരില്ല മനുഷ്യന്. എല്ലാത്തിനും ചന്ത ഞാൻ അടിച്ചിപ്പോ. അവരെ അവരെയോ? അവരെയോ അല്ല, അവര കപ്പ്യാരാണില്ലേ? അയ്യോ അച്ചോ, മനസ്സിലായി അച്ചോ. അല്ല, എന്താ ത്രികാലജ്ഞാനിയുടെ നാമധേയം? ഓ, അതിനിത്ര ത്രികാലജ്ഞാനോദയം വേണ്ട. ഓഹോ, മണിയടി കേട്ടാലേ അറിയാം ഏതോ ഒരു കാടൻ കപ്പ്യാരാണെന്ന്. അല്ല, ഭവതി പേര് പറഞ്ഞില്ല. രണ്ടാളും കൂടെ കാലത്ത് എന്റെ പേരറിയാൻ വന്നതാ. ഓ, എന്താ അവിടെ? ആരാ അത്? അതെ, ഏതോ ഒരു അവരിയാണോ അച്ഛാ? ഏതോ കൂടെ ഒരു അച്ഛനും ഉണ്ട്. കൂടുതൽ അച്ഛനല്ല, ആപ്പിളാ. എന്റെ പേരറിയാൻ വന്നവരാ. ആര്? അത് കൊള്ളാം. നിന്റെ പേരറിയാനോ? അതാരാ? അല്ല, ഇതാര്? ഡോൺ ബോസ്കോയോ? എഴുതയച്ചപ്പോ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആയിക്കോട്ടെ. നടന്ന് ക്ഷീണിച്ചോ? വാ, അകത്തേക്ക് വാ. വാ. കേറി വരുന്നില്ലേ? ഒരു മണിയടിയാര്. ശരീരത്തിന് വല്ലാതെ പ്രായം കൂടിയതുപോലെ. അല്ലെങ്കിൽ അനിയന്റെ നെട്ടോട്ടത്തിനിടയിൽ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. അയ്യോ, എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് അച്ചോ. അച്ഛനെ കണ്ടിട്ടും ഒരുപാട് നാളായില്ലേ. എനിക്ക് പെട്ടെന്ന് അച്ഛനൊന്ന് കാണണം തോന്നി. പിന്നെ അച്ഛന്റെ പയ്യന്മാരൊക്കെ സുഖമായിരിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നു. പിന്നെ ഒരു പ്രിന്റിംഗ് യൂണിറ്റും നെയ്ത്തുശാലയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോ കുട്ടികൾക്ക് ഒരു പരിശീലനമാകും, ഒപ്പം ഒരു ചെറിയ വരുമാനവും. അച്ചോ, ചായ. ചായ കുടിക്കാം. ഇനിയൊന്ന് വിശ്രമിക്കാം. ഓ, ഒന്നും പറയണ്ട. മോഷണം പിടിച്ചു പറയില്ലാത്ത തമ്മാടത്തിനൊന്നുമില്ല. അതാ ഞാൻ കയ്യിലോട്ട് ഈ കുട്ടികൾ ഇനിയും കൂടുതൽ വഴിതെറ്റുന്നതിന് മുമ്പ് ഡോൺ ബോസ്കോയുടെ ഒരു ഇടപെടൽ വേണം. ഒട്ടും വൈകിക്കൂടാ. കുട്ടികളെ തേടി ഇറങ്ങി നടത്തം ആവശ്യമാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും കുട്ടികൾ വല്ലാതെ വഷളാവുന്നുണ്ട്. ഞാനും ശ്രദ്ധിച്ചു. വരുന്ന വഴിക്ക് ചിലതൊക്കെ. അച്ഛനൊന്ന് നടക്കാൻ ഇറങ്ങണം. ഞാൻ പറഞ്ഞ പരിസരങ്ങളൊക്കെ എല്ലാം നേരിൽ കണ്ടറിയാം. ഒരാളെങ്കിലും കൈപിടിച്ചു വരുത്താൻ പറ്റിയ അത്രയും ആയില്ലേ? ശ്രമിച്ചു നോക്കാച്ചോ. പിന്നെ മൈക്കിൾ എന്നൊരു പയ്യനുണ്ട്. അവനാ തമ്മാടിക്കൂട്ടത്തിന്റെ നേതാവ്.
മൈക്കൽ. എത്ര പെട്ടെന്നല്ലേ മണിക്കൂറുകൾ തെന്നി നീങ്ങിയത്. തെന്നി വീടാഞ്ഞ് നന്നായി. പോവാണില്ലേ? പിന്നെ അല്ലാതെ പിന്നെ. ഇനി എന്ന് കാണൂ? ഈ പച്ചക്കറി എന്ന് തീരുന്നോ അന്ന് വരും. അച്ഛൻ വിടത്തൊന്നുമില്ല. എങ്കിലും ഞാൻ ശ്രമിക്കും. പിന്നെ ഡോൺ ബോസ്കോ, ഓ, അവിടുത്തെ കുട്ടികളോട് എന്റെ അന്വേഷണം അറിയിക്കണം. തീർച്ചയായും. എന്റെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും. വന്നതിലും കണ്ടതിലും ഒരുപാട് സന്തോഷം. നന്ദി. അയ്യോ അച്ഛോ, ഞാനല്ലേ നന്ദി പറയേണ്ടത്. കർത്താവിന്റെ അക്കൗണ്ടിൽ ഡോൺ ബോസ്കോ നിക്ഷേപം കൊടുക്കട്ടെ. എനിക്കും ചെറുതായി മതിൽ ഭാഗമാകാൻ കഴിഞ്ഞല്ലോ. സന്തോഷം. എന്റെ മനസ്സ് പറയുന്ന അച്ഛോ, അവൻ വരും. മിക്കി മിടുക്കനാകും, വലിയ മിടുക്കൻ. വരട്ടെ അച്ഛോ. The neem tree is called Acidirecha indica.
and is a wonder tree. As you know, neem tree is a wonder tree. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവും അല്ലേ neem tree? In a place called Arafat, a nature lover means ഒരു പ്രകൃതി സ്നേഹി. നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു കാഴ്ചയൊക്കെ കണ്ടാൽ നമ്മളെ മറന്നു നിന്ന് പോകും. ലൈക്ക് ദാറ്റ് മല neem tree കണ്ട് forgot herself. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് neem treeയുടെ scientific name. The scientific name of neem tree is Asadiracha indica. Okay, fine. So, what is the scientific name of neem tree? Bonnie, പറയൂ. Tell me, Bonnie. What are you doing there? Simply standing like a buffoon. ഒരു ശ്രദ്ധയില്ലാതെ ക്ലാസ്സിലിരുന്നോളൂ. Okay, come back to our story. Before we close, we will entertain ourselves as we usually do with a song, dance and drama. Now, the children clap their hands joyfully. അതായത് സോങ്, ഡ്രാമ എന്നൊക്കെ കേട്ടാൽ സ്വാഭാവികമായും നിങ്ങളെല്ലാവരും കൈയടിക്കും, സന്തോഷിക്കും. അതുപോലെ തന്നെയാണ് ഈ സ്റ്റോറിയുടെ എൻഡിലും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യമൊക്കെ ശരി, നമ്മൾ വളരെ ഹാപ്പി ആയിട്ടുള്ള എൻഡിങ് ആയി. What's going on there, Michael? What's it? Tell me. What's happening there? Michael? What is this? ടീച്ചറെ, ദാ മിക്കിയുടെ കയ്യിൽ നിന്ന് വീണതാ. What is this? Tobacco? This is too much. കണ്ട തെണ്ടികളെയും തെമ്മാടികളെയൊക്കെ സ്കൂളിൽ കൊണ്ടിരുത്തരുതെന്ന് ഹെഡ് മാസ്റ്ററോട് ഞാൻ പലവണ പറഞ്ഞിട്ടുള്ളതാ. മിക്കി, ഈ സ്കൂളിൽ നിന്റെ അവസാനത്തെ ദിവസമായിരിക്കും ഇത്. Come to the office. ഇറങ്ങിക്കോളും രാവിലെ തന്നെ. ഡാ, ബോണി, ഡാ ബോണി, ഡാ, സംഗതി ആയ കുഴപ്പമായി. എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. ആ പെണ്ണുചൈന് ശരിയാണെന്ന് തോന്നില്ല. അവളെ അപ്പം കണ്ടതിന് നിന്നെ കുത്തി കയറും. വേണേ നോക്കി കിടന്നോ. ഡാ, ഇനി എങ്ങോട്ട് പോവും? ഡാ, എന്തെങ്കിലും ഒരു വഴി പറയടാ. നാട് വിട്ട് പോയിക്കോ. നേരം ഇത്രയായി, വല്ലതും കഴിക്കണ്ടേ അച്ചോ?
കഴിക്കണം. ഈ പേജ് കൂടി ഒന്ന് കഴിയട്ടെ. ഓ അവിരാ, ഓ എന്താ ചോ? നാളെ മുതല് ഒരാൾക്ക് കൂടിയുള്ള പായും തലേണയും ഭക്ഷണവും കരുതിക്കൊള്ളണം ഡോർമിറ്ററിയില്. അതാരാ ചോ പുതിയ കക്ഷി? അത് വരുമ്പോ കാണാം. അല്ല എന്നാലും അവിരാ, ഞാനൊന്നും പറഞ്ഞില്ല അച്ചോ. എന്നാലും ഞാൻ അച്ഛനോട് എന്തേലും പറഞ്ഞായിരുന്നോ? ഏയ് പറഞ്ഞിട്ടൊന്നുമല്ല. വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ? എന്താ പറയേ? അച്ഛോ, എനിക്ക് വാട്ട്സ് ഇറ്റ് മൈക്കിൾ? ടീച്ചറെ, ദാ മിക്കിയുടെ കയ്യിൽ നിന്ന് വീണതാ. കണ്ട തെണ്ടികളെയും തെമ്മാടികളെയും ഒക്കെ സ്കൂളിൽ കൊണ്ടിരുത്തരുതെന്ന് ഹെഡ് മാസ്റ്ററോട് ഞാൻ പലവണ പറഞ്ഞിട്ടുള്ളതാ. കം ടു ദ ഓഫീസ്. ആലോചിച്ചിട്ട് പോയാലെങ്ങനാ? കഴിഞ്ഞതൊക്കെ പോട്ടെ. പുതിയ സ്ഥലവും പുതിയ ആളുകളും ഡോൺ ബോസ്കോയുടെ ശിക്ഷണവും കൂടി ആവുമ്പോ എല്ലാത്തിനും മാറ്റം വരും. അച്ഛൻ, എനിക്ക് വിശ്വാസം. എനിക്കിവ മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഇവനൊന്ന് നന്നായി കണ്ടാ മതി. മോള് പേടിക്കണ്ട. ഇവൻ നല്ല മിടുമിടുക്കനായിട്ട് തിരിച്ചു വരും. ഇവൻ പറയുന്നത് പോലെ ശരിക്കും ഒരു ജനറൽ മിക്കിയായിട്ട്. അല്ലേടാ? വരട്ടെ, വാ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ അവിടെ ചെന്ന് ഡോൺ ബോസ്കോയെ കണ്ടാൽ മതി. ബാക്കിയെല്ലാം അച്ഛൻ നോക്കിക്കോ. ഏതാടാ നീ? ഞാൻ ആർമഡസം പറഞ്ഞിട്ട് വന്നതാ. ഓ, ആ ബോളിങ് എടുത്തേ. കയ്യിൽ പെട്ടി സഞ്ചി കളിക്കുന്ന കണ്ടില്ലേ? ആഹാ, എന്നാ പിന്നെ നിന്റെ മഹത്തായ സഞ്ചി ഒന്ന് കാണാലോ. ഇവരെന്നെ കിടന്ന് കാണിക്കുന്നത്? ഇവരെന്നെ പുതിയ അവതാരം എന്നെ കാണിക്കുന്നത്? എന്നാടാ കിടന്നു ഇതിന്റെ പോക്കറ്റിൽ എന്നാടാ? കൈ
ദൈവമേ, കത്തി. ഈ കത്തി കത്തിക്കല്ല. വിടടാ കത്തി. കത്തിയെ പിടുത്തം. പിടിപ്പിക്കാവുന്നു. നിങ്ങൾ എന്നാ മാറിക്ക വേദനിക്കും നെഞ്ചൊക്കെ മാതാവേ. ഒന്ന് മാറിക്കാമേ. എല്ലാരും അച്ചോ ഇത് കണ്ടോ അച്ചോ? എല്ലാരും പോ. അച്ചോ അവരെണീക്ക്. ഇത്രേ ഉള്ളതില് എന്ത് തൂക്കമാന്നറിയാതെ വേഗം. അച്ഛൻ കണ്ടോ അച്ചോ? എങ്ങാണ്ടെന്ന് വന്ന ഇവൻ ഞാൻ വരുമ്പോഴത്തേക്ക് അച്ഛന്റെ പിള്ളേരെ കത്തിയെടുത്ത് കുത്തിക്കൊള്ളാൻ നോക്കുവായിരുന്നു അച്ചോ. മൈക്കൽ, ആ അവനാണോ ഇവൻ? ഇവന് വേണ്ടിട്ടാണോ പായം തലേനെ എടുത്തു വെക്കാൻ അച്ഛൻ എന്നോട് പറഞ്ഞത്? അച്ചോ അച്ഛൻ സൂക്ഷിച്ചോ, ഇവൻ ഒരു നടക്ക് പോയാലോ അച്ചോ. ഞാൻ ഒന്നും പറഞ്ഞില്ല അച്ചോ. എന്റെ ഈശോയെ, എന്തൊക്കെയായിട്ട് വെള്ളം മൈക്കൽ, വേദന ഒന്ന് വാ എണീക്ക്. സാരമില്ല മിക്കി, ജീവിതം മുഴുവൻ ഇതുപോലത്തെ ഓരോ സാഹചര്യങ്ങൾക്കുള്ള സാധ്യതകളാണ്. അവയെ സംയമനത്തോടെ നേരിടുന്നവനാണ് യഥാർത്ഥ ഹീറോ. മൈക്കൽ, കഴിഞ്ഞതൊക്കെ നിന്റെ പ്രായത്തിന്റെ വികൃതികളായിട്ട് കണ്ടാ മതി. ഇനി നീ തീരുമാനിക്കുക. നിനക്ക് ചെളിവെള്ളത്തിലെ മീനാകണോ അതോ തെളിഞ്ഞ വെള്ളത്തിലെ മീനാകണോ എന്ന്. കേറുവാടാ. എന്നാടാ ഒറ്റ ഒരുത്തനും കിടക്കാറായില്ലേ? കിടന്നുറങ്ങിയേ. ചുമ്മാ അങ്ങോട്ട് ചാരി ഇരിക്കുവോ നൂറിന്നിരിക്കുവോ ഒക്കെയാ? ഇങ്ങോട്ട് മാറി നടക്ക. ഇതാ നിന്റെ കിടക്ക. ഇങ്ങോട്ട് നോക്കിയേ. അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോളണം. നിന്റെ വില്ലത്തരമൊന്നും ഇവിടെ നടക്കുകയല്ല. എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്കടാ. എന്നെ നിനക്കറിയാവോ? അറിയാൻ മേലെങ്കിൽ ദൈവമാരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ചോദിച്ച് മനസ്സിലാക്കൊന്നും വേണ്ട. പിന്നെ അച്ഛനെ പോലെ അല്ല ഞാൻ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? കയറി കിടക്ക. പിന്നെ വെറുതെ എൻ്റെ സ്വഭാവം ചീത്തയാക്കരുത്, പറഞ്ഞേക്കാം. എല്ലാവരോടും കൂടിയാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ചുമ്മാ കിടന്ന കളമുണ്ടാക്കും. അച്ഛാ വരുവാ അച്ഛോ. കിണിക്കല്ലേ? അച്ഛൻ വിളിച്ചോണ്ടാ, അല്ലേ അവിടെ തന്നെ ഞാൻ കിടന്നേനെ. എടാ നിനക്ക് ആള് നിൽക്കുന്ന കാണാൻ പാടില്ല. മുട്ടുന്നു. എന്നെ കൊണ്ടൊന്നും പറ്റിയല്ലേ ഈ കളിക്ക്.
ചാടിക്കോളൂ. അവിര എഴുന്നേറ്റ് ജമ്പ് ചെയ്യൂ. ഈ വെളുപ്പാങ്കാലത്ത് വേറെ വല്ല പണിയുമില്ലേ? ചാടിക്കോളൂ. ചാടൂ ചാടൂ, നന്നായിട്ട് ചാടൂ. ആ മതി. ബ്രീത്ത് ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്. Out. ഇതെവിടെ നിന്ന് വന്നത്? എടാ ഇവിടെ മനുഷ്യരിരുന്ന് ഉറങ്ങണ കാണാൻ പാടില്ലേ? അല്ല ഇവിടെ ഇത് ചെയ്യണ കാണാൻ പാടില്ലേ? എനിക്കങ്ങ് പറ്റിയല്ല ചോദ്യം ചെയ്യാൻ. ഞാൻ പോവുക. അങ്ങനെ അവിടെ നിന്ന് നെക്സ്റ്റ് വാ. വാടാ മോനെ, പിടിക്ക്. മോനെ മാറ് മാറ് മാറ്. വാടാ വാ. പിടിക്ക് പിടിക്കടാ. ചോണയുണ്ടേ വാടാ. വാ, കമോൺ കമോൺ. എന്താ ഇവിടെ? മാറൂ. ജാക്സൺ ജാക്സൺ മതി. മാറ്. ഇരിക്ക. വാ. പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. കൈതാടോ. വെരി ഗുഡ് മിക്കി.
ഭയങ്കര ധൈര്യമാണല്ലോ. നീ വലിയ കേമനാണെന്നൊക്കെ ഞാൻ സമ്മതിക്കാം. പക്ഷേ ഇന്ന് രാത്രി ആരും കാണാതെ ഇൻസ്ട്രുമെന്റ് റൂമിൽ കയറി ഇതുപോലൊരു ട്രംപറ്റ് നീ മോഷ്ടിക്കണം. എന്നിട്ട് പാതിരാത്രിയിൽ സെമിത്തേരി ചെന്ന് ആൻഡ്രൂ സാഹിബിന്റെ കല്ലറയ്ക്ക് മുകളിൽ കയറുന്ന ഉറക്ക വായിക്കണം. എന്താ, പറ്റുമോ? ഇതിൽ വിജയിച്ചാൽ നാളെ മുതൽ നീ ആ നേതാവ്. തോറ്റുപോയാ മൈക്കൽ, അച്ചോ, ഞാൻ പോവാണച്ചോ. എങ്ങോട്ടേക്കാ? വീണ്ടും ആ അഴുക്കുചാലിലേക്കാണോ? ഞാനിവിടെ നിന്നാ അത് വേണ്ടച്ചോ, ഞാൻ നന്നാവൂല. മിക്കി, നമ്മള് തമ്മില് ആദ്യമായി കണ്ടത് എന്നാന്നറിയാമോ? അന്നേ ഞാൻ കണ്ടതാ നിന്റെ കണ്ണുകളിലെ തിളക്കം. നിനക്ക് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും മോനെ, എനിക്കത് ഉറപ്പാ. പക്ഷേ നീ മാത്രം എന്താ അതൊന്നും മനസ്സിലാക്കാത്തത്? ഇല്ലച്ചോ, എന്നെ വിട്ടേര്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എനിക്കൊന്നും ചേരില്ലച്ചോ. മിക്കി, എനിക്ക് നിന്നെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നീ ഇപ്പൊ പോയാൽ തോറ്റുപോകുന്നത് നീ മാത്രമല്ല, ഞാനും കൂടെയാ. മനസ്സിലായോ? വാ. ഇതെടുക്കാനാണല്ലേ നീ ഇന്നലെ ഇതിനകത്ത് കയറിയത്? എന്നിട്ട് ജാക്സൺ ചതിച്ചു. എനിക്കെല്ലാം മനസ്സിലാകും മോനെ. ഇരിക്ക. നിനക്കിത് പഠിക്കണോ?
വായിച്ചു നോക്ക്. അങ്ങനെയല്ല. പറഞ്ഞുതരാം. ഈ കൈ ഇവിടെ പിടിക്ക, ഈ വിരല് ഇവിടെ, 3 വിരലും ദാ ഇങ്ങനെ തുമ്പ്. മിടുക്കൻ. മിക്കി, ഈ സംഗീതം പോലെ മധുരമുള്ളതായിരിക്കണം നിന്റെ ഇനിയുള്ള ജീവിതം. ഒരിക്കലും ആ ഊർജം കൈവിടരുത് മോനെ. അച്ചോ, ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്തിനാ പഞ്ച പിടിച്ചപ്പോ അച്ഛൻ എനിക്ക് തോറ്റു തന്നത്? എടാ മിക്കി, ഈ ജീവിതത്തില് ഇനി ഒരിക്കലും തോക്കാൻ പാടില്ല. നീ എപ്പോഴും ജയിക്കണം, മനസ്സിലായോ? താളം മുറിഞ്ഞുപോയ മിക്കിയുടെ ജീവിതത്തിന് ആ ട്രംപറ്റിന്റെ സംഗീതം പോലെ നന്മയുടെ പുതിയ താളം കൈവരുന്നത് വല്ലാത്തൊരു നിർവൃതിയോടെ ഞാൻ കണ്ടുനിന്നു. കഴിഞ്ഞുപോയ നാളുകളുടെ മാലിന്യങ്ങൾ നിറഞ്ഞ മാറാപ്പിന്റെ ഭാരം അവൻ എനിക്ക് മുന്നിൽ ഇറക്കി വച്ചു. ബാല്യം ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവുകൾ ഉണങ്ങിത്തുടങ്ങുന്നതും പുലഭ്യം പറഞ്ഞ ചുണ്ടുകളിൽ പുഞ്ചിരി വിടരുന്നതും ഞാൻ തൊട്ടറിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ സീറോയിൽ നിന്ന് ഹീറോയിലേക്കുള്ള സമയദൂരം പോലെ. താങ്ക് ഗോഡ്. എന്നാ ഇതുകൂടെ മടക്ക്, വേഗം മടക്ക്. എടാ സെബാട്ടി, ആ നൂലിന്റെ കുരുക്ക് പിടിക്കാതെ തുന്നാൻ കൊണ്ട് കൊടുക്ക്. എന്താ കഥ, എല്ലായിടത്തും എൻ്റെ കണ്ണി എല്ലണമെന്ന് വെച്ചാ. എടാ ഇറക്ക, നീ പുതിയ ആളാണ്ട് പ്രത്യേകിച്ച് പറയണം, കുത്തിപ്പറിക്കാതെ പണിയെടുക്ക്. ആഹാ, എടാ ജാക്സ, ദേ നോക്കിയേ, ഇവൻ വിചാരിച്ച പോലെ അല്ലാട്ടോ. ആളൊരു മുരടനാണെങ്കിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചെടുക്കുന്നുണ്ട്. അതെ, നീ ഒന്ന് സൂക്ഷിച്ചു, അധികം താമസിയാതെ ഇവൻ നിന്റെ ഒക്കെ നേതാവാകും. കാണാം. അച്ചോ, ഞാൻ ഒന്നും പറഞ്ഞില്ല അച്ചോ. എന്നാ അച്ചോ വിളിച്ചേ? അച്ഛന്റെ കൈത്തറി സംബന്ധമായിട്ടുള്ള സംശയം ഉണ്ടോ അച്ചോ?
ക്രിസ്മസ് വരെയാണ്, ന്യൂ ഇയർ വരെയാണ്. മാത്രമല്ല ഇനി അങ്ങോട്ട് മത്സരത്തിന്റെ നാളുകളാണ്. അപ്പോൾ നമുക്ക് നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങണം. ബാൻഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം കണ്ടെത്തണം. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് കളികളൊക്കെ ലേശം കുറച്ചിട്ട് നമുക്ക് രാപ്പകൽ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. എന്താ? ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ മുന്നിലുള്ളപ്പോഴാണ് പ്രതിസന്ധികളും കൂടുന്നത്. അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ടോ, ഇപ്രാവശ്യം നമ്മൾ തകർക്കും. ആ അതാണ് ശരി. ഇത്തവണ അച്ഛന്റെ കുട്ടികള് ഓവറോൾ ട്രോഫിയും കൊണ്ട് വരച്ചോ. അല്ലാതെ ഞൊട്ടും. ഉണ്ണാനും ഉറങ്ങാനും അപ്പിയിടാനും ഒക്കെ ഉള്ള മത്സരമാണെങ്കിൽ നിനക്കൊക്കെ കപ്പുറപ്പാ. അതിന് അവിരാജനെ കൊണ്ടുപോകുന്നില്ലല്ലോ. നീ പോടാ. ഞാനൊന്നും പറഞ്ഞില്ല അച്ചോ. വല്ലതും പറയണോ അച്ചോ? അവിചാരിതമായ എന്തും സംഭവിക്കാം. കരുതിയിരിക്കണം. അതെന്നാ അച്ചോ അച്ഛൻ അങ്ങനെ പറഞ്ഞേ? എന്നാടാ? പുതുവർഷമാകുന്നതിന് മുമ്പ് നിങ്ങളിൽ ഒരാൾ ഇവിടം വിട്ടു പോകും. എന്നാലും അച്ഛൻ എന്നാ പോലും അങ്ങനെ വർത്താനം പറഞ്ഞു പോയ? ആ എന്നാണ് അച്ഛനറിയാം. ഈ പുതുവർഷം എന്നാടാ പിള്ളേരെ? ആ അച്ചോ വരുവാ അച്ചോ. എന്നാ ഒരു ഒച്ച കേട്ടെ. ഇതാ ജാക്സ എണീക്ക്, വെള്ളം കുടിക്കേ. കുടി. കുടിക്കേ. കിടന്നു. സാരില്ല, ചെറിയൊരു പനിയല്ലേ, രാവിലത്തേക്ക് മാറിക്കോളും. ജനറൽ മിക്കി. മിക്കി, എത്ര കാലായിട നിന്നെ ഒന്ന് കണ്ടിട്ട്. അമ്മ വല്ലാതെ ക്ഷീണിച്ചു പോയി. അമ്മയ്ക്കൊന്നുമില്ലടാ. എനിക്ക് നല്ല വിശപ്പുണ്ടമ്മേ, വേഗം എന്തെങ്കിലും തിന്നണ്ടാ. എന്താ നിനക്ക് വയ്യേ? ഒന്നുമില്ല, മോൻ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരാം.
എന്തൊരു ചുമയാ ഇത്? മോൻ ഇവിടെ നിന്ന് അസുഖമൊക്കെ മാറിയിട്ട് പോയാ മതി. അമ്മ എന്തായി പറയുന്നേ? പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നോ? ബാൻഡ് മത്സരം, നാടകം, എല്ലാത്തിലും ഞാനുണ്ട്. ഞാനിതാ മരണത്തിന്റെ തണുപ്പിലേക്ക്, കട്ട പിടിച്ച ഇരുട്ടിലേക്ക്. ദൈവമേ, നമുക്ക് സമ്മാനം ഉറപ്പാ. അച്ചോ 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 അച്ചോ, എനിക്കെന്താ പറ്റിയത് അച്ചോ? നാടകം കഴിഞ്ഞോ? എന്റെ അഭിനയം നന്നായില്ല അല്ലേ? നീ അഭിനയിക്കുകയായിരുന്നില്ല മിക്കി, ശരിക്കും ജീവിക്കുകയായിരുന്നു. മോനിപ്പോൾ അതൊന്നും ആലോചിക്കണ്ട. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. നന്നായിട്ട് വിശ്രമിക്കുക കേട്ടോ. അച്ചോ, അച്ഛനെന്ന് പറഞ്ഞ ആ ഒരാള് ഞാനായിരുന്നല്ലേ? ഡോൺ ബോസ്കോയുടെ കുട്ടികൾ ചാമ്പ്യന്മാരാച്ചോ. മിക്കി എവിടെ? മിക്കിനെ വിളിക്ക്. അവനാണോ ബെസ്റ്റ് ആക്ടർ. അവനുള്ള ട്രോഫി ഞാനാ കയറി വാങ്ങിച്ചേ. ആ ഇപ്പൊ നിങ്ങൾ ചെല്ല്, ആഘോഷങ്ങളൊക്കെ പിന്നെ ആകാം. എന്നിട്ട് അധികം ബഹളം വയ്ക്കാതെ അവന് വേണ്ടി പോയിരുന്ന് പ്രാർത്ഥിക്കുക. ചെല്ല്, പൊയ്ക്കോ.
അമ്മ വന്നിട്ട് കുറെ നേരമായോ? ഞാനൊന്ന് മയങ്ങിപ്പോയി. വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും കാലമായിട്ട് എൻ്റെ അമ്മ ചിരിച്ചു കാണാൻ പോലും എനിക്ക് പറ്റിയില്ല. ഇവിടെ എല്ലാവരും എൻ്റെ മോനെ പറ്റി നല്ലത് മാത്രമേ പറഞ്ഞുള്ളൂ. അമ്മയ്ക്ക് സന്തോഷമായി. ബോണി, എടാ തീരെ കൊതിയാ. നീയും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നീ എന്താ അടുത്തേക്ക് വരാത്തെ? നീ തിരിച്ചു ചെല്ലുമ്പോ നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറയണം. നല്ല സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുമ്പോഴേക്കും എന്നെപ്പോലെ അതുകൊണ്ട് മോനെ മിക്കിയെക്കുറിച്ചുള്ള അധ്യായം എഴുതി തുടങ്ങിയതിന് ശേഷം ഞാൻ ഇത്രയധികം മാനസിക സമ്മർദ്ദങ്ങൾ നേരിട്ട മറ്റൊരു നേരമില്ല. അവൻ്റെ ജീവിതം പോലെ വാക്കുകൾ ഇടമുറിഞ്ഞു പോകുന്നു. എഴുതി തീർക്കാൻ കഴിയാത്ത വിധം ചിന്തകളും യാഥാർത്ഥ്യങ്ങളും വല്ലാതെ അലട്ടുന്നത് പോലെ. നിന്നെ ഞാൻ കൊല്ലടാ.
മിക്കി. ഈ അധ്യായം ഇങ്ങനെ അവസാനിക്കുമ്പോൾ സ്വപ്നങ്ങളും പൂക്കളും സംഗീതവും നിറഞ്ഞ നിത്യതയിലേക്ക് മിക്കി നടന്നു മറയുമ്പോൾ അവൻ കോറിയിട്ട നേരുകൾ ബാക്കിയാകുന്നു. നന്മയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആരും വൈകിപ്പോകരുത്, ഒരിക്കലും.